ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 400-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ്. ഇക്കുറി 328 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 2019-ൽ മത്സരിച്ചതിൽ 93 സീറ്റുകൾ ഇക്കുറി പാർട്ടി മത്സരിക്കുന്നുണ്ടായിരിക്കില്ല. 2019-ൽ മത്സരിച്ചിരുന്ന 101 സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കായി കൈമാറിയിട്ടുണ്ട്. ഇതിനു പുറമെ സൂറത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതായതും സീറ്റ് കുറയാൻ ഇവർക്ക് കാരണമായിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്രയൊക്കെ സീറ്റ് വീതമാണ് കോൺഗ്രസിനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. കർണാടകത്തിലും ഒഡീഷയിലുമാണ് കോൺഗ്രസ് അധികം സീറ്റുകളിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ 2019-ൽ സ്വതന്ത്രനെ പിന്തുണച്ച സ്ഥാനത്ത് ഇക്കുറി പാർട്ടി മത്സരിക്കുന്നുണ്ട്. കർണാടകത്തിലെ 28 സീറ്റിലും ഒഡീഷയിലെ 20 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുന്നു. കോൺഗ്രസ് 2019-ലെ തിരഞ്ഞെടുപ്പിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചിട്ടുള്ളത്. ആ സംഖ്യ എന്ന് പറയുന്നത് 417 ആണ്. 2009-ൽ 440 സീറ്റിലും 2014-ൽ 464 സീറ്റിലും 2019-ൽ 421 സീറ്റിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലാണ് 2019-ൽ മത്സരിച്ചതിനേക്കാൾ കുറച്ച് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നതും എടുത്തു പറയണം. അതിലേറ്റവും കുറവുണ്ടായത് ഉത്തർപ്രദേശിലുമാണ്. 2019-ൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് മുഖ്യ സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യമായും BJP ഒറ്റയ്ക്കും അവിടെ മത്സരിച്ചു. സംസ്ഥാനത്ത് ആകെയുള്ള 80-ൽ 67 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് റായ്ബറേലിയിലെ സോണിയാഗാന്ധിയുടെ മാത്രം വിജയം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇക്കുറി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കുകയാണ് ഇവിടെ. സഖ്യത്തിന്റെ ഭാഗമായി ഇവിടെ 17 സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. അടുത്ത ഏറ്റവും വലിയ കുറവ് സീറ്റ് പശ്ചിമ ബംഗാളിലാണുള്ളത്. ഇവിടെ 42 സീറ്റുകളിൽ 40 എണ്ണത്തിൽ കോൺഗ്രസ് 2019-ൽ മത്സരിച്ചിരുന്നു. ഇത്തവണ പക്ഷേ ഇടതു പാർട്ടികളുമായി ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് ഇവിടെ 14 സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെ സ്ഥിതി അല്പം കൂടി സങ്കീർണമാണ്. NCPയുമായി സഖ്യത്തിലാണ് ഇവിടെ 2019-ൽ കോൺഗ്രസ് മത്സരിച്ചത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഈ സഖ്യത്തിന്റെ ഭാഗമാണ്. ഇതോടെ 2019-ൽ 25 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇവിടെ 17 സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നും പറയാം. 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 1-2 സീറ്റുകൾ മാത്രം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ കഴിഞ്ഞ തവണ 7 ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് ഇവിടെ AAPയുടെ സംഘടനാ ശക്തി മനസ്സിലാക്കി ഇക്കുറി 4 സീറ്റ് അവർക്ക് നൽകുകയും ചെയ്തു. 3 മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. AAPയുമായുള്ള ഈ സഖ്യം ഹരിയാനയിലും ഗുജറാത്തിലും ആവർത്തിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ ഭാവ്നഗറും ഭറൂച്ചും AAPയാണ് മത്സരിക്കുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റിലും AAP സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട്. ആന്ധ്രാപ്രദേശിൽ അരക് സീറ്റ് CPMനും ഗുണ്ടൂർ സീറ്റ് CPIക്കുമായി കോൺഗ്രസ് ഒഴിച്ചുവിട്ടിട്ടുണ്ട്. അസമിൽ ആകെയുള്ള ദിബ്രുഗർ സീറ്റിൽ പ്രാദേശിക പാർട്ടിയായ അസം ജാതീയ പരിഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസും പ്രചാരണത്തിനുണ്ട്. ഇനി മധ്യപ്രദേശിലെ കാര്യം നോക്കിയാൽ അവിടെ ഖജുരാഹോ സീറ്റ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി നൽകിയിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് മുന്നണിക്ക് തിരിച്ചടിയാവുകയായിരുന്നു. ഇതോടെ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ ഫോർ വേൾഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും SPയും തീരുമാനിച്ചു. രാജസ്ഥാനിൽ 3 സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത്. സികാർ മണ്ഡലത്തിൽ CPMും നാഗൂർ മണ്ഡലത്തിൽ RLPയും ബനസ്വരയിൽ ഭാരത് ആദിവാസി പാർട്ടിയുമാണ് മത്സരിക്കുക. ബനസ്വരയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പിന്നീടാണ് ഭാരത് ആദിവാസി പാർട്ടിയുമായി യോജിച്ച് മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നത്. BAPയുടെ രാജ്കുമാർ റൌത്തിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ അരവിന്ദ് ഡമോർ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. ഇദ്ദേഹം പത്രിക പിൻവലിച്ചതുമില്ല. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സാങ്കേതികമായി അരവിന്ദ് ഡമോർ ആണെങ്കിലും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ രാജ്കുമാറിനാണ്. ത്രിപുരയിലാണെങ്കിൽ 2 സീറ്റുകളിൽ ഓരോന്നിൽ വീതം കോൺഗ്രസും CPMും ആയിരിക്കും മത്സരിക്കുക. ജമ്മു കാശ്മീരിൽ 2019-ൽ 5 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ലഡാക്ക് അടക്കം 3 സീറ്റിലും മത്സരിക്കും. അങ്ങനെ ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുമ്പോൾ ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്നത് 328 സീറ്റിൽ ആണ്. ആദ്യമായി 400-ൽ താഴെ സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും വൻ പ്രതീക്ഷയിലുമാണ് പാർട്ടി. അതുകൊണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം.